വചനമൊഴി മംഗളവാർത്താക്കാലം 4-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 34:1-9, സക്രിയ 2:7-13, വെളിപാട് 21:1-7, മത്തായിയുടെ സുവിശേഷം 1:18-24. ഈശോയുടെ പിറവി തിരുനാൾ ആചരിക്കുന്നതിന് ഏറ്റവും അടുത്ത ദിവസത്തിൽ നാം എത്തിയിരിക്കുകയാണ്. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിനായി മനുഷ്യകുലത്തെ ഒരുക്കിക്കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് ഈ ആഴ്ചകളിലെ വചനഭാഗങ്ങളിലെല്ലാം നാം ധ്യാനിച്ചിരുന്നത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് യൗസേപ്പ് പിതാവിന് ലഭിക്കുന്ന ദർശനമാണ് നാം ശ്രവിച്ചത്. ഈശോയെ സ്വീകരിക്കുന്നതിനായി വിശുദ്ധ യൗസേപ്പിനെ ഒരുക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാൽ ജനിക്കുന്ന പലരുടെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ഇസഹാക്കും സാമുവേലും സ്നാപയോഹന്നാനുമെല്ലാം അതിനുദാഹരണങ്ങളാണ്. ഈശോയുടെ ജനനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നും അത് എന്തുകൊണ്ടാണെന്നും വിശുദ്ധ യൗസേപ്പ് പിതാവിന് മാലാഖ നൽകുന്ന സന്ദേശത്തിലൂടെ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം. ഇതിനു മുൻപുള്ള വചനങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം ഈ വചനഭാഗം വ്യാഖ്യാനിക്കുവാൻ. ഈശോ മിശിഹായുടെ വംശാവലിയാണ് അവിടെ വിവരിക്കുന്നത്. ബൈബിളിന്റെ മലയാള വിവർത്തനങ്ങളിൽ ഈശോയുടെ വംശാവലി കാണുന്നത് അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു, ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു എന്ന വിധത്തിലാണ്. എന്നാൽ സുവിശേഷം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയുടെ കൃത്യമായി വിവർത്തനം നടത്തുകയാണെങ്കിൽ അബ്രാഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യൂദായെയും സഹോദരന്മാരെയും ജനിപ്പിച്ചു എന്നാണ് വരേണ്ടത്. അങ്ങനെ വംശാവലി വിവരണത്തിൽ മുഴുവൻ പിതാക്കന്മാർ മക്കളെ ജനിപ്പിച്ചു എന്ന് വിവരിച്ചു വന്നതിന് ശേഷം ഈശോയുടെ കാര്യം പറയുമ്പോൾ അവൻ ജനിച്ചു എന്നാണ് ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും പിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ടു എന്ന് എഴുതിയതിനു ശേഷം ഈശോയുടെ കാര്യം മാത്രം അവൻ ജനിച്ചു എന്ന് എഴുതിക്കൊണ്ട് ഈശോയുടെ ജനനത്തിലുള്ള അസാധാരണത്വം ഗ്രന്ഥകർത്താവ് എടുത്തു കാണിക്കുന്നു. തുടർന്ന് യൗസേപ്പിനുണ്ടായ ദർശനം വിവരിച്ചുകൊണ്ട് ഈ അസാധാരണത്വം എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നു. അതിലൂടെ മിശിഹായുടെ ദൗത്യവും വ്യക്തിത്വവും എന്താണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. യൗസേപ്പിനെ പോലെ മറിയത്തെയും ഉണ്ണിയെയും സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുകയാണ് സുവിശേഷകൻ ഇന്നത്തെ വചനഭാഗത്തിലൂടെ ചെയ്യുന്നത്. മിശിഹ ആരാണെന്നും അവന്റെ ദൗത്യം എന്താണെന്നുമാണ് അവനായി നിർദ്ദേശിക്കപ്പെടുന്ന പേരുകളിലൂടെ ഗ്രന്ഥകർത്താവ് വ്യക്തമാക്കുന്നത്. വിശുദ്ധ യൗസേപ്പിനോട് മാലാഖ പറയുന്നത് മറിയത്തിന് ജനിക്കുന്ന കുഞ്ഞിന് ഈശോ രക്ഷകൻ എന്ന പേര് നൽകുവാനാണ്. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാരൂപിയാലാണ്. അറമായ അഥവാ സുറിയാനി ഭാഷയിലാണ് ഈശോ എന്ന പേര് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ യേസുസ് എന്നാണ് ഈ പേര്. യശുവ എന്ന് ഹീബ്രു ഭാഷയിൽ ഇത് ഉപയോഗിക്കുന്നു. യശുവ എന്ന ഹീബ്രു പേരിന് സമാനമായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നത് യഹോശുവ എന്നതായിരുന്നു. മോശയുടെ പിൻഗാമിയായ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചത് യഹോശുവ ആയിരുന്നു. അതാണ് ജോഷുവ എന്ന് മലയാള വിവർത്തനങ്ങളിൽ കാണുന്നത്. ജോഷുവ, യഹോശുവ എന്ന പേരിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നതാണ്. ആ പേര് മറിയത്തിന്റെ മകന് നൽകുമ്പോൾ അത് യശുവ, ഈശോ എന്നാക്കി മാറ്റി. യശുവ എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം അവൻ രക്ഷിക്കും എന്നാണ്. യഹോശുവ യശുവ ആയി മാറുന്നതിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് പഴയ നിയമത്തിൽ രക്ഷ നൽകിയിരുന്ന യാഹ്വയുടെ ദൗത്യം തന്നെയാണ് മറിയത്തിൽ നിന്ന് പിറക്കുന്ന ശിശുവിനും ചെയ്യാനുള്ളത് എന്നതാണ്. പിറക്കാനിരിക്കുന്ന ശിശുവിന്റെ ദൗത്യമാണ് ഈശോ എന്ന പേരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. അവൻ തന്റെ ജനത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കും. അതേസമയം അവൻ അറിയപ്പെടുന്നത് ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോടുകൂടെ എന്ന്. ഈശോ എന്ന പേര് ശിശുവിന്റെ ദൗത്യം വെളിപ്പെടുത്തുമ്പോൾ ഇമ്മാനുവേൽ എന്നത് അവൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. അവൻ ദൈവമാണ്. ദൈവിക ദൗത്യം നിർവഹിക്കാൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ
അവന് ഈശോ എന്ന് പേര് നൽകി. മനുഷ്യനായി അവതരിച്ചവൻ ദൈവമായിരുന്നതുകൊണ്ട് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ മറിയത്തിന് പിറക്കാനിരിക്കുന്നവൻ ദൈവവും മനുഷ്യനുമാണെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവമായവൻ മനുഷ്യനായി അവതരിക്കുന്നത് പുരുഷേച്ഛയിൽ നിന്നല്ല, മറിച്ച് സകലവും സൃഷ്ടിച്ച വചനം തന്നെ മറിയത്തിൽ മനുഷ്യനായി ഉരുവാകുകയായിരുന്നു എന്ന് മാലാഖ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തിരുവചനത്തിൽ വംശാവലി വിവരണത്തിൽ മറ്റെല്ലാ വ്യക്തികളും മനുഷ്യരായ പിതാക്കന്മാരാൽ ജനിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈശോ മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഇന്നത്തെ പഴയ നിയമ പ്രഘോഷണങ്ങളും കൂടെയായിരിക്കുന്ന രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, ഇമ്മാനുവേൽ ആയ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 34:1-9 കാണുന്നത് സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്ന് അവരുടെ അടുക്കലായിരിക്കുന്നതും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുന്നതുമാണ്. ഇസ്രായേലിന്റെ ദൈവം എപ്രകാരമുള്ള ഒരു ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം ശ്രവിച്ചത്. അവിടുന്ന് കാരുണ്യവാനും നീതിമാനുമാണ്. അവിടുത്തെ നീതി കാരുണ്യത്തിൽ ഉൾച്ചേർന്നതാണ്. സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിലും ബാബിലോൺ അടിമത്തത്തിലായിരുന്ന യഹൂദ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കർത്താവിന്റെ ഇടപെടലും അവിടുന്ന് നൽകുന്ന രക്ഷയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഇസ്രായേലിന്റെ ശിക്ഷയുടെ നാളുകൾ അവസാനിച്ചെന്നും രക്ഷയുടെ കിരണം വീശിത്തുടങ്ങിയെന്നും സൂചിപ്പിക്കുന്ന 7 ദർശനങ്ങളുടെ വിവരണമാണ് സക്രിയയുടെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത്. അതിൽ ഒരു ദർശനമാണ് ഇന്ന് സക്രിയയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ കൂടെയായിരിക്കുന്ന ഇമ്മാനുവേൽ ആയ ദൈവത്തെയും സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ രക്ഷകനായ ഈശോയായ ദൈവത്തെയും കാണാം. രക്ഷകനായ ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിച്ചതാണ് ക്രിസ്തുമസ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നതും ദൈവത്തോടുകൂടെ ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള സന്ദേശം തന്നെയാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തന്നെ അവിടെ വ്യക്തമാക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. മിശിഹായാൽ രക്ഷിക്കപ്പെടുന്ന മനുഷ്യകുലം ദൈവമക്കൾ എന്ന നിലയിൽ നിത്യവും അവിടുത്തോടുകൂടി ആയിരിക്കും. ആ പ്രത്യാശയാണ് ലേഖനഭാഗം നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് സഹകരിക്കാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു യൗസേപ്പും മറിയവും സ്നാപയോഹനാനുമെല്ലാം. അവരുടെ സമ്മതത്തോടും സഹകരണത്തോടും കൂടെയാണ് ദൈവം മനുഷ്യനായി പിറക്കുന്നത്. അങ്ങനെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനും യൗസേപ്പിനും യോഹനാനും ഒക്കെ പ്രത്യേക സ്ഥാനവും ഉത്തരവാദിത്വവും ഉണ്ടായി. മിശിഹായുടെ രക്ഷാകര പദ്ധതിയുടെ തുടർച്ച ഇന്ന് സഭയിലൂടെ നടക്കുന്നു. സഭയിലൂടെ മിശിഹ ഇന്നും സന്നിഹിതനാകുന്നു. അതിനുവേണ്ടി അവിടുന്ന് അപ്പമായി മാറുകയും ഇന്നും അൾത്താരകളിൽ അർപ്പിക്കുന്ന അപ്പത്തിൽ അവതരിക്കുകയും ചെയ്യുന്നു. അപ്പമായി അവതരിക്കുന്ന മിശിഹ ഇന്നും അവിടത്തേക്ക് പ്രവർത്തിക്കുവാൻ ജോസഫുമാരെയും മേരിമാരെയും യോഹന്നാന്മാരെയും അന്വേഷിക്കുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നുണ്ട്. മറിയം ഈശോയെ സ്വീകരിച്ചതുപോലെ യൗസേപ്പ് മറിയത്തെയും ശിശുവിനെയും സ്വീകരിച്ചതുപോലെ വിശുദ്ധ കുർബാനയിൽ അവതരിക്കുന്ന മിശിഹായെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മിശിഹ നമ്മിൽ രൂപപ്പെടുകയും മിശിഹ നമ്മിലൂടെ ലോകത്തിൽ ജനിക്കുകയും ചെയ്യും. അതാണ് ക്രിസ്തുമസ് കാലം പങ്കുവെക്കുന്ന മംഗളവാർത്ത. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.